ഭൂമിയിൽ വിശ്വസ്തത മുളയെടുക്കും. നീതി ആകാശത്തുനിന്ന് ഭൂമിയെ കടാക്ഷിക്കും. കർത്താവ് നന്മ പ്രദാനം ചെയ്യും. നമ്മുടെ ദേശം സമൃദ്ധമായി വിളവ് നൽകും. സങ്കീർത്തനങ്ങൾ. അനുഗ്രഹീതവും സവിശേഷവുമായൊരു ഭൂപ്രകൃതിയാണ് കേരളത്തിന് സ്വന്തമായുള്ളത്. ഹരിതാഭയും ജൈവവൈവിധ്യവും സമ്പന്നമാക്കിയ നമ്മുടെ നാട് ഭാരതത്തിൽ മാത്രമല്ല ലോകത്തിനു മുന്നിലും അസൂയാവഹമായ രീതിയിൽ ശ്രദ്ധിക്കപ്പെടുന്നുണ്ട്. ഈ ഹരിത സമ്പന്നത തന്നെയാണ് ആഗോള ടൂറിസം ഭൂപടത്തിലും കേരളത്തിന് ദൈവത്തിൻ്റെ സ്വന്തം നാട് എന്ന വിശേഷണത്തോടെ പ്രത്യേകമായ സ്ഥാനം നേടിക്കൊടുത്തിരിക്കുന്നതും. പക്ഷേ കാലാവസ്ഥയിലും ജൈവവൈവിധ്യത്തിലുമുള്ള ഈ സമ്പന്നത കേരളത്തിൻ്റെ കാർഷിക മേഖലയിൽ പ്രതിഫലിക്കുന്നില്ല എന്നത് ദുഃഖകരമായൊരു സത്യമാണ്. 20-ാം നൂറ്റാണ്ടിൻ്റെ രണ്ടാം പകുതിയോടുകൂടി ലോകത്തിൽ തുടക്കം കുറിച്ച ആഗോള കാർഷിക മേഖലയിലെ വിപ്ലവാത്മകമായ രാസകൃഷി സമ്പ്രദായത്തിൻ്റെ കടന്നുവരവ് പതിറ്റാണ്ടുകൾ കൊണ്ട് കേരളത്തിൻ്റെ മണ്ണിനെ രോഗാതുരമാക്കി മാറ്റിയെന്ന് വിദഗ്ധർ സൂചിപ്പിക്കുന്നു. അശാസ്ത്രീയവും അപക്വവുമായ രാസവസ്തുക്കളുടെയും കീടനാശിനികളുടെയും ഉപയോഗം മണ്ണിൻ്റെ സ്വാഭാവികതയെയും ഉൽപാദനക്ഷമതയെയും സാരമായി ബാധിച്ചു എന്ന് തിരിച്ചറിഞ്ഞ ഒരു വിഭാഗം കർഷകരും കാർഷിക വിദഗ്ധരും ഏറെ വർഷങ്ങൾക്ക് മുമ്പ് മുതൽ ജൈവകൃഷിയെക്കുറിച്ച് ആത്മാർത്ഥമായി ചിന്തിച്ചു തുടങ്ങി. എങ്കിലും വ്യക്തമായ ഉൽപാദനക്ഷമതയിലേക്ക് കടന്നുവരുവാൻ തക്ക സാങ്കേതിക വിദ്യയോ കൃഷിരീതികളോ അപ്രാപ്യമായിരുന്ന ആദ്യ കാലഘട്ടങ്ങളിൽ ജൈവകൃഷി ലാഭകരമായി പലർക്കും അനുഭവപ്പെട്ടിരുന്നില്ല. പലരും സ്വന്തമായ രീതികളും വ്യത്യസ്തമായ ശൈലികളും പരീക്ഷിച്ചിരുന്നെങ്കിലും വിജയിച്ചവരുടെ എണ്ണം കുറവായിരുന്നു. പൂർണ്ണമായും ജൈവരീതിയിൽ ഉൽപ്പാദിപ്പിച്ച ഓർഗാനിക് കാർഷികോൽപ്പന്നങ്ങൾക്ക് വ്യക്തമായ വിപണി ലോകത്തിൽ തന്നെ ഉണ്ടായിരുന്നിട്ടു കൂടി അത് ഉപയോഗപ്പെടുത്തുവാൻ പലർക്കും കഴിഞ്ഞിരുന്നില്ല. ജൈവ സർട്ടിഫിക്കേഷനും ഉൽപ്പന്നങ്ങളുടെ പ്രാദേശിക വിപണനവും ആദ്യകാലങ്ങളിൽ ബുദ്ധിമുട്ടേറിയതായിരുന്നു. എന്നാൽ ഈ കാലഘട്ടത്തിൽ സ്ഥിതിഗതികൾക്ക് ആശാവഹമായ പുരോഗതി നമുക്ക് കാണാനാവും. ജൈവ കൃഷിരീതികളുടെയും അതിൻ്റെ വിപണനത്തിൻ്റെയും തലങ്ങളിൽ കേരള കാർഷിക രംഗം ഏറെ പുരോഗമിച്ചിരിക്കുന്നു. ഏറെ വിജയകരമായ മാതൃകകളെ ധൈര്യമായി ചൂണ്ടിക്കാണിക്കുവാൻ ഇന്ന് നമുക്കാകും. ഈ രാസവളങ്ങളും രാസകീടനാശിനികളൊക്കെ ഉപയോഗിക്കുമ്പോൾ അത് കാലാവസ്ഥാ വ്യതിയാനത്തിന് കാരണമാകാറുണ്ട്. അതുപോലെ തന്നെ മറ്റൊരുപാട് പ്രകൃതി പരിസ്ഥിതി പ്രശ്നങ്ങൾ ഇതിൽ നിന്നുണ്ടാകുന്നുണ്ട്. ഇപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ കൃഷിയിടത്തിൽ കഴിഞ്ഞ 16 വർഷക്കാലമായിട്ട് ഒരു വിധത്തിലുള്ള രാസപദാർത്ഥങ്ങളും ഉപയോഗിക്കാറില്ല. രാസവളങ്ങൾക്കും കീടനാശിനികൾക്കും ബദലായിട്ടുള്ള ബദൽ സംവിധാനങ്ങൾ, ബദൽ ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുന്ന ആ ഒരു രീതി ഇവിടെ അനുവർത്തിച്ച് വരുന്നുണ്ട്. ഉദാഹരണത്തിന് കൃഷിയിടത്തേക്ക് ആവശ്യമായിട്ടുള്ള മുഴുവൻ ജൈവവളവും ഈ കൃഷിയിടത്ത് തന്നെ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. പുറമേ നിന്നും ചാണകമോ അതല്ലെങ്കിൽ ഓർഗാനിക് മനുവറോ അങ്ങനെയുള്ള യാതൊന്നും വാങ്ങാതെ തന്നെ കൃഷിക്കാരൻ്റെ കൃഷിയിടത്തിലെ ജൈവ വേസ്റ്റും അതുപോലെയുള്ള സാധനങ്ങളൊക്കെ ഉപയോഗിച്ച് ഈ കൃഷിയിടത്തേക്ക് ആവശ്യമായിട്ടുള്ള മുഴുവൻ ജൈവവളങ്ങളും ഇവിടെ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. മണ്ണിൻ്റെ സ്വാഭാവികമായ ഫലപുഷ്ടിയും ജീവനും നിലനിർത്തുവാനും വളർത്തിക്കൊണ്ടുവരുവാനും ജൈവകൃഷിയിൽ ഫലപ്രദമായ മാർഗങ്ങളുണ്ട്. രാസകൃഷിയുടേതിന് തുല്യമായോ കൂടുതൽ മെച്ചമായോ കീടങ്ങളെ പ്രതിരോധിക്കുവാനും വളക്കൂർ നിലനിർത്തുവാനുമുള്ള മാർഗങ്ങൾ ഇന്ന് ലഭ്യമാണ്. ബുദ്ധിപൂർവവും വിവേകത്തോടെയും നീങ്ങുന്ന ഏറെ കർഷകർ കുറഞ്ഞ അധ്വാനത്തിൽ കൂടുതൽ ഫലപ്രദമായി തങ്ങളുടെ കൃഷികളെ കൈകാര്യം ചെയ്യുന്നുണ്ട്.
വ്യക്തമായ മാർഗനിർദ്ദേശങ്ങൾ നൽകുവാനും ഗവേഷണങ്ങൾ നടത്താനും ഏറെ വിദഗ്ധരും ഇന്ന് രംഗത്തുണ്ട്. പ്രധാനമായിട്ട് ഞാൻ ഉപയോഗിക്കുന്ന ജൈവവളങ്ങളെന്ന് പറയുന്നത് ഒന്ന് ജീവാമൃതമാണ്. കൃഷി എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു സമഗ്ര കൃഷിയാണ്. ഏകവിള കൃഷി പൂർണ്ണമായിട്ടും ഒഴിവാക്കിക്കൊണ്ടുള്ള ഒരു കൃഷി രീതിയാണ് അവലംബിച്ചു വരുന്നത്. ആ രീതിയിൽ ഇൻ്റഗ്രേറ്റഡ് ഫാമിങ്ങിൽ ഇവിടെ ആവശ്യമായിട്ടുള്ള കൃഷിക്ക് ആവശ്യമായിട്ടുള്ള വളങ്ങൾ മുഴുവൻ ഈ ഫാമിൽ നിന്ന് തന്നെ ഉൽപ്പാദിപ്പിക്കാൻ സാധിക്കുന്നുണ്ട്. ഒരു ഡയറി ഫാം നടത്തുന്നുണ്ട്. ഡയറി ഫാം പാല് വിൽക്കാൻ വേണ്ടിയിട്ടല്ല, കൃഷിയിടത്തേക്ക് ആവശ്യമായിട്ടുള്ള ജൈവവളം ഉൽപ്പാദിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഗോമൂത്രം സംഭരിക്കാനും അതുപോലെ തന്നെ ഫ്രഷായിട്ടുള്ള ചാണകം സംഭരിക്കാനും അതുപോലെ തന്നെ അടുക്കളയിലെ പാചകത്തിന് വേണ്ടിയിട്ടുള്ള ഗ്യാസ് ഉപയോഗിക്കാനും ഒക്കെ ആയിട്ടാണ് കന്നുകാലികളെ വളർത്തുന്നത്. ആ കന്നുകാലികളിൽ നിന്നുള്ള ഗോമൂത്രവും അതുപോലെ തന്നെ ചാണകവും ഈ എൻ്റെ തന്നെ കൃഷിയിടത്തിലെ മുളങ്കൂട്ടങ്ങളുടെ ചുവട്ടിൽ നിന്ന് സംഭരിക്കുന്ന യാതൊരു വിധത്തിലുള്ള കണ്ടാമിനേഷൻ ഇല്ലാത്ത ഹെൽത്തി സോയിൽ അത് ചേർത്തുകൊണ്ടും അതുപോലെ ഈ കൃഷിയിടത്തുള്ള പപ്പായ, വാഴ ഇതിൻ്റെയൊക്കെ ഉപയോഗിക്കാതെ വരുന്ന പഴങ്ങൾ ഉപയോഗിച്ചും അതുപോലെ ധാന്യങ്ങൾ പയറുവർഗ്ഗങ്ങൾ ഉപയോഗിച്ചുമൊക്കെയുള്ള ജീവാമൃതമാണ് ഉണ്ടാക്കുന്നത്. ജീവാമൃതം ഉണ്ടാക്കുന്നത് തന്നെയാണെങ്കിലും സാധാരണ കൺവെൻഷണൽ മെത്തേഡിൽ നിന്നും അല്പം വ്യത്യസ്തമായ രീതിയിൽ ഉള്ള ഒരു സിസ്റ്റമാണ് ഞാൻ അഡോപ്റ്റ് ചെയ്തിരിക്കുന്നത്. പ്രധാനമായിട്ടും പയറുവർഗ്ഗത്തിലുള്ള ഏതെങ്കിലും പയറുവർഗ്ഗത്തിൽപ്പെട്ട മുതിരയോ അല്ലെങ്കിൽ പയറോ അങ്ങനെയുള്ള സാധനങ്ങൾ അത് ജെർമിനേറ്റ് ചെയ്തതിന് ശേഷം മുളപ്പിച്ചതിന് ശേഷം അത് ഗ്രൈൻഡറിൽ അരച്ച് മാവാക്കിയിട്ട് ആ മാവും ഫ്രഷായിട്ടുള്ള ചാണകവും അതുപോലെ തന്നെ ഗോമൂത്രവും ഹെൽത്തി സോയിലിൻ്റെ ഒരു സാമ്പിളും ഈ പഴങ്ങളും പപ്പായ അതുപോലെ തന്നെ കശുമാമ്പഴം ഇങ്ങനെയുള്ള പഴങ്ങളും ഉപയോഗിച്ച് ജീവാമൃതമുണ്ടാക്കി ആ ജീവാമൃതം ഡയല്യൂട്ട് ചെയ്ത് ഉപയോഗിക്കുന്ന ഒരു രീതിയാണ് പ്രധാനമായിട്ടുള്ളത്. ഈ ജീവാമൃതമൊക്കെ ഉപയോഗിക്കുന്ന അവസരത്തിൽ അതുപോലെ മറ്റ് ജൈവവളങ്ങൾ ഉപയോഗിക്കുമ്പോൾ അതിൻ്റെ ടൈമിംഗ് ഒരു പ്രധാനപ്പെട്ട ഘടകമാണ്. സൂര്യൻ ഉദിച്ചു കഴിഞ്ഞാൽ ഉടനെ തന്നെ കഴിയുന്നതും ഒരു 8 മണിക്ക് മുമ്പായിട്ട് തന്നെ കൃഷിയിടത്തിൽ അത് ഉപയോഗിക്കാറുണ്ട്. അതുപോലെ തന്നെ വൈകുന്നേരങ്ങളിൽ 5 മണിക്ക് ശേഷം ആണ് ഈ വളങ്ങൾ കൃഷിയിടത്ത് ഉപയോഗിക്കാറുള്ളത്. ഇതുകൂടാതെ തന്നെ അടുത്ത കാലത്തായിട്ട് ഫാമിലെ അഗ്രോ വേസ്റ്റും അതുപോലെ തന്നെ ചകിരിച്ചോറും അതുപോലെ തന്നെ പൗൾട്രി കോഴിയുടെ വളവും ഇതെല്ലാം ചേർത്ത് ഒരു പുതിയ തരത്തിലുള്ള ഏതാണ്ട് ഫാക്ടം ഫോസിന് ബദലായിട്ടുള്ള ഒരു NPK മിശ്രിതം ഈ ജൈവ രീതിയിൽ ഉൽപ്പാദിപ്പിക്കുന്ന പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട്. ഗോമൂത്രവും പശുവിൻ്റെ ചാണകവും അതുപോലെ ട്രൈക്കോഡേമയും ഫോസ്ഫോബാക്ടീരിയയും കോയർപിത്ത് കമ്പോസ്റ്റും പൗൾട്രി മനുവറും അതുപോലെ ഫാമിലെ മറ്റ് വേസ്റ്റ് മെറ്റീരിയൽ ഓർഗാനിക് വേസ്റ്റ് മെറ്റീരിയൽസ് ആയിട്ടുള്ള വാഴയുടെ തട, ചപ്പ് ചവറുകൾ ഇതെല്ലാം ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു NPK മിശ്രിതം ഒരു കിലോയ്ക്ക് ഒരു 10 രൂപയിൽ താഴെ കോസ്റ്റിൽ ഉൽപ്പാദിപ്പിക്കാനുള്ള ഒരു പ്രവർത്തനം അടുത്ത കാലത്ത് ആരംഭിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഫാക്ടം ഫോസിന് സമാനമായിട്ടുള്ള ഒരു 10-10-10 എന്ന ആ കോമ്പിനേഷനിൽ NPKയുടെ കോമ്പിനേഷനിൽ കിട്ടുന്ന മറ്റൊരു ജൈവവള നിർമ്മാണ പ്രവർത്തനവും അടുത്ത കാലത്തായിട്ട് ആരംഭിച്ചിട്ടുണ്ട്. അതിനകത്ത് ചെയ്യുന്നത് റോക്ക് ഫോസ്ഫേറ്റും കൗഡങ്ങും കൗ യൂറിനും അതുപോലെ തന്നെ ഫോസ്ഫോബാക്ടീരിയയും ഇത് ചേർത്തുള്ള ഒരു മിശ്രിതമാണ്. അതിൻ്റെ ആ പ്രോസസ്സിങ്ങിന് ശേഷം അത് ലിക്വിഡ് ഫോമിലും അതുപോലെ തന്നെ ടാൽക്കൽ രൂപത്തിലും കൃഷിയിടത്തിൽ വളമായിട്ട് ഉപയോഗിച്ച് വരുന്നുണ്ട്. മറ്റൊരു ജൈവ വളം ഞാൻ കൃഷിയിടത്ത് ഉപയോഗിക്കുന്നത് എഫക്റ്റീവ് മൈക്രോ സൊല്യൂഷനാണ്, EM സൊല്യൂഷനാണ്. എഫക്റ്റീവ് മൈക്രോ സൊല്യൂഷൻ സൂക്ഷ്മജീവികളുടെ ഒരു വലിയ ശേഖരം നമ്മുടെ കൃഷിയിടത്തുണ്ടാകാൻ സാധിക്കുന്ന, അതുപോലെ തന്നെ നമ്മുടെ ഈ കൃഷിയിടത്തെ വൃത്തിയായിട്ടും ശുചിത്വത്തോടു കൂടി നിലനിർത്താനൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ഉൽപ്പന്നമാണ്
EM സൊല്യൂഷൻ. EM സൊല്യൂഷനും അതുപോലെ തന്നെ ഇവിടുത്തെ എൻ്റെ കൃഷിയിടത്തു നിന്നുള്ള ഉൽപ്പന്നങ്ങൾ തന്നെ ഉപയോഗിച്ചാണ് ഉണ്ടാക്കുന്നത്. EM സൊല്യൂഷൻ്റെ അകത്തെ കോമ്പണൻസ് ആയിട്ട് വരുന്നത്, അതിൻ്റെ അകത്ത് ഉപയോഗിക്കുന്ന ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത് പപ്പായയും അതുപോലെ തന്നെ മഞ്ഞ നിറത്തിലുള്ള നല്ല പാകമായ പഴുക്കാറായിട്ടുള്ള മത്തങ്ങയും അതുപോലെ തന്നെ മഞ്ഞ നിറത്തിലുള്ള പഴമായിട്ടുള്ള വാഴപ്പഴവും അതുപോലെ തന്നെ ഇങ്ങനെയുള്ള പഴങ്ങൾ, യെല്ലോ കളേർഡായിട്ടുള്ള പഴങ്ങളും ശർക്കരയും നാടൻ കോഴിമുട്ടയും ഉപയോഗിച്ചാണ് EM സൊല്യൂഷൻ ഉണ്ടാക്കുന്നത്. മറ്റൊരു പ്രിപ്പറേഷൻ ഫിഷ് അമിനോ ആസിഡാണ്. നമ്മുടെ ഫിഷ് വേസ്റ്റും അതുപോലെ തന്നെ വില കുറഞ്ഞ മത്തിയുമൊക്കെ ശേഖരിച്ച് ആ ഫിഷിൻ്റെ കൂടെ നേരത്തെയൊക്കെ ചെയ്തിരുന്നത് തുല്യ അളവിൽ വെല്ലം അല്ലെങ്കിൽ കേടായ വെല്ലം അത് ഉപയോഗിച്ച് ഫിഷ് അമിനോ ആസിഡ് ഉണ്ടാക്കിയിരുന്നു. ഇപ്പോഴേറ്റവും ലേറ്റസ്റ്റായിട്ട് ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജിയുടെ ഒരു സയൻറ്റിസ്റ്റായ ഡോക്ടർ കമലാസൻ പിള്ള ഡെവലപ്പ് ചെയ്ത പുതിയ ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ട് പപ്പൈൻ അതിൻ്റെ കറ അതും ഫിഷും ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു ഫിഷ് അമിനോ ആസിഡ് പ്രിപ്പറേഷൻ റീസെൻ്റായിട്ട് തുടങ്ങിയിട്ടുണ്ട്. വളരെയധികം വിപ്ലവകരമായ ഒരു പ്രവർത്തനമായിട്ട് ഇതിനെ മാറ്റാൻ സാധിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. നമ്മുടെ നാട്ടിൽ ലഭ്യമാകുന്ന ഫിഷ് വേസ്റ്റ് അത് റീസൈക്കിൾ ചെയ്ത് വളരെ മൂല്യമുള്ള ഒരു വളമുണ്ടാക്കുന്നതിനും അതുപോലെ തന്നെ പരിസ്ഥിതി ശുചീകരണം, പരിസ്ഥിതി സംരക്ഷണം ഉറപ്പാക്കുന്നതിനും സാധിക്കുന്ന ഒരു പുതിയ ടെക്നോളജിയാണ് ഡോക്ടർ കമലാസൻ പിള്ള ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജിയുടെ സഹായത്തോടു കൂടി അടുത്ത കാലത്തായിട്ട് ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്. അതിൻ്റെ ട്രയൽസ് ഇവിടെ എൻ്റെ കൃഷിയിടത്തിൽ ഈ അടുത്ത കാലത്തായിട്ട് ആരംഭിച്ചിട്ടുണ്ട്. ഇത് കൂടാതെ നമ്മുടെ വൃക്ഷായുർവേദത്തിലൊക്കെ പരാമർശിക്കപ്പെട്ടിട്ടുള്ള പഞ്ചഗവ്യം അത് ഒരു വർഷത്തിൽ 2 പ്രാവശ്യമെങ്കിലും കൃഷിയിടത്തിൽ പൂർണ്ണമായിട്ടും ഉപയോഗിക്കുന്നുണ്ട്. പഞ്ചഗവ്യം ആദ്യമേ സ്വന്തമായിട്ടായിരുന്നു ഉൽപ്പാദിപ്പിച്ചിരുന്നത്. ഇപ്പോൾ വയനാട്ടിലെ പൂക്കോട് വെറ്റിനറി യൂണിവേഴ്സിറ്റി വന്നതിന് ശേഷം പൂക്കോട് വെറ്റിനറി കോളേജിൽ പഞ്ചഗവ്യം ഉൽപ്പാദിപ്പിച്ച് കൊമേഴ്സ്യലായിട്ട് വിൽപ്പന തുടങ്ങിയതോടുകൂടി അവിടെ നിന്നും പഞ്ചഗവ്യം വാങ്ങി ആ പഞ്ചഗവ്യമാണ് ഇപ്പോൾ ഇവിടെ ഉപയോഗിക്കുന്നത്. ഈ പഞ്ചഗവ്യം നമ്മളുടെ എല്ലാ കൃഷിക്കും വളരെ ഇഫക്റ്റീവായിട്ടുള്ള ഒരു ഓർഗാനിക് പ്രിപ്പറേഷനാണ്. ഇത്രയും ജൈവ ഉൽപ്പന്നങ്ങളാണ്, ജൈവ ഇൻപുട്സാണ്, ബയോ ഇൻപുട്സാണ് പ്രധാനമായിട്ടും ഈ കൃഷിസ്ഥലത്തിൽ ഉപയോഗിക്കുന്നത്. ഇതിൻ്റെ ഫലമായിട്ട് എൻ്റെ കൃഷിയിടത്തിൽ എനിക്ക് ഏതാണ്ട് 100% ഒരു ഡിസീസ് ഫ്രീ ആയിട്ടുള്ള കീടങ്ങളുടെ ആക്രമണവും അതുപോലെ രോഗങ്ങളുടെ ആക്രമണവും ഏതാണ്ട് പൂർണ്ണമായിട്ടും തന്നെ നിയന്ത്രിക്കാൻ സാധിക്കുന്നുണ്ട്. ഈ ചെടികൾക്ക് കൂടുതൽ ഇമ്മ്യൂണിറ്റിയും കൂടുതൽ ആരോഗ്യവും കൂടുതൽ കരുത്തും ഉള്ളതുകൊണ്ട് ഒരു പരിധി വരെ മിക്കവാറും രോഗങ്ങളെ ഒഴിവാക്കി നിർത്താൻ സാധിക്കുന്നുണ്ട്. കീട ആക്രമണങ്ങൾ പ്രാണികളുടെയും അതുപോലെ തന്നെ വെളിയിൽ നിന്ന് വരുന്ന കീടങ്ങളുടെയൊക്കെ ആക്രമണത്തെ തടയുന്നതിന് വേണ്ടിയിട്ട് യെല്ലോ ട്രാപ്പിങ്, ഫെറമോൺ ട്രാപ്സ് അങ്ങനെയുള്ള സംവിധാനങ്ങളും അനുവർത്തിച്ച് വരുന്നുണ്ട്. നെൽകൃഷിയും പൂർണ്ണമായിട്ടും ജൈവ രീതിയിലാണ് ചെയ്യുന്നത്. നെൽകൃഷിയിൽ ട്രഡീഷണൽ വെറൈറ്റീസ്, നാടൻ വിത്തിനങ്ങൾ, അതിൻ്റെ ഉപയോഗം അതാണ് കുറേ വർഷങ്ങളായിട്ട് തുടർന്ന് വരുന്നത്. ഇത് നമ്മുടെ ഇവിടെ കൃഷിയിടത്ത് ഉൽപ്പാദിപ്പിക്കുന്ന ഉൽപ്പന്നങ്ങളുടെ ഷെൽഫ് ലൈഫ് കൂട്ടുന്നതിനും ക്വാളിറ്റിയും അതിൻ്റെ ഗുണമേന്മ വർദ്ധിപ്പിക്കുന്നതിനും അതിൻ്റെ ടേസ്റ്റും അതിൻ്റെ ഫ്ലേവറും അതിൻ്റെ മറ്റെല്ലാവിധ ഗുണങ്ങളും വർദ്ധിപ്പിക്കുന്നതിനും ഈ കൃഷി രീതി സഹായിക്കുന്നുണ്ട് എന്നുള്ളതാണ് എൻ്റെ അനുഭവം. ഇതിലൊക്കെ ഉപരിയായിട്ട് നമ്മുടെ ഈ അടുത്ത കാലത്ത് ഇവിടെ ഉണ്ടായ കടുത്ത വരൾച്ചയിലും വലിയ ക്ഷതങ്ങളേൽക്കാതെ ചെടികൾക്ക് പിടിച്ചു നിൽക്കാൻ സാധിക്കുന്ന ആ ഒരു ഫാം മാനേജ്മെൻറ്റാണ് ഇവിടെ അനുവർത്തിച്ച് വരുന്നത്. പരമാവധി മൾച്ചിങ് കൊടുക്കുകയും അതുപോലെ തന്നെ മഴക്കാലത്ത് ലഭിക്കുന്ന വെള്ളം പൂർണ്ണമായിട്ടും ഈ മണ്ണിൽ തന്നെ സംഭരിക്കുന്നതിനുള്ള സംവിധാനങ്ങൾ ഒരുക്കിയും റെയിൻ വാട്ടർ ഹാർവെസ്റ്റിങ്ങും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തും ഒക്കെ ഇവിടുത്തെ മണ്ണിനെ കൂടുതൽ ഈർപ്പമുള്ളതാക്കാനും മണ്ണിലെ ഹ്യൂമസ് കണ്ടൻറ്റ് നിലനിർത്താനും ഉള്ള പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്. അതിൻ്റെ ഫലമായിട്ട് ഒരു പരിധി വരെ കാലാവസ്ഥാ വ്യതിയാനത്തെ അതിജീവിക്കാനും വരൾച്ചയെ അതിജീവിക്കാനും സാധിക്കുന്നുണ്ട്. നമ്മുടെ ഭൂമിയുടെ ഫലപുഷ്ടി അത്
ഉണ്ടാക്കാനും ഇല്ലാതെയാക്കാനും നമുക്ക് കഴിയും. ഒന്ന്, നമ്മൾ അതിൻ്റെ അകത്ത് ഉപയോഗിക്കുന്ന രാസവസ്തുക്കൾ ഭൂമിയിലേക്ക് ഇറങ്ങി ഭൂമിയിൽ നിലവിലുള്ള രാസവസ്തുക്കളുമായിട്ട് അത് ചേർന്ന് കഴിയുമ്പോൾ അത് പലപ്പോഴും അവിടെ ഒരു രാസപ്രവർത്തനം നിന്ന് അത് പലപ്പോഴും പ്രയോജനകരമായിട്ടുള്ള ഒന്നാകണമെന്നില്ല. തൽക്കാലത്തേക്ക് കഴിഞ്ഞതിന് ശേഷം പിന്നെ വർഷങ്ങൾ ആയിട്ട് അത് ഭൂമി നശിപ്പിച്ച് കളയുന്നു. നമ്മളുടെ ഇടയിൽ ഈ മലബാറിലേക്ക് കുടിയേറിയ കുടിയേറ്റക്കാരുണ്ട്. ഞാൻ കുട്ടിയായിരുന്നപ്പോൾ കയറിയതാണ്. അപ്പോൾ അവിടെ ഞങ്ങൾ മൂപ്പുള്ള വിത്ത് വിതച്ചിരുന്ന കോഴിയാളൻ നെല്ല് എന്ന് പറയുന്ന ഒരു വിള, അതിന് ഒരു 6 മാസം, അതായത് മെയ് മാസത്തിൽ വിതച്ച് കഴിഞ്ഞാൽ അത് പിന്നെ ഒക്ടോബർ കഴിഞ്ഞിലാണത് കൊയ്യുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ഒരു നെല്ലിന് ഞാൻ എണ്ണിയിരിക്കുന്ന 100-ലധികം കണകളും അതിനേക്കാൾ കൂടുതൽ ഒരു കതിരിൽ നിന്ന് 460 നെല്ലും ഞാൻ എണ്ണി നോക്കിയിട്ടുണ്ട്. ഒരു കുട്ടി എന്നുള്ള നിലയിൽ എൻ്റെ ക്യൂരിയോസിറ്റി ഉണ്ട്. അപ്പോൾ ഇന്ന് ഇതുപോലെയുള്ള ഒരു നെല്ല് കാണാൻ സാധിക്കില്ല. ഒന്ന്, നാടൻ വിത്തുകളെല്ലാം അന്യം നിന്ന് പോയി. നമ്മൾ എല്ലാം എളുപ്പത്തിന് ഈ വിദേശത്തിൽ നിന്നുള്ള വിത്തുകളോ അല്ലെങ്കിൽ സങ്കരവർഗത്തിലുള്ള വിത്തുകളോ ഉപയോഗിച്ചു. ഇതുപോലെയുള്ള നാടൻ വിത്തുകൾ അത് ഒന്ന് ഈ രോഗബാധിത ഉണ്ടാകാത്തതും ഈ ചരിത്രാതീത കാലം മുതൽ ഉണ്ടായിരുന്നതും ഈ റെസിസ്റ്റൻസ് ഉള്ളതുമായിരുന്നു. ഇതൊന്ന് ഇതിലുള്ള പല വിത്തുകളും നമ്മളൊന്ന് തിരഞ്ഞെടുത്ത് വീണ്ടും അത് പ്രചരിപ്പിക്കുന്നത് നന്നായിരുന്നു. ഈ കാലഘട്ടത്തിൽ ഭീതിജനകമായ രീതിയിൽ പെരുകിവരുന്ന രോഗങ്ങളുടെ ഏറ്റവും പ്രധാനമായ കാരണം ഭക്ഷ്യവസ്തുക്കളുടെ ഉൽപ്പാദനത്തിൻ്റെ സ്വാഭാവികത നഷ്ടമായതും രാസകീടനാശിനികളുടെ സാന്നിധ്യം വർദ്ധിച്ചു വന്നതുമാണ്. ഈ അവസരത്തിൽ ഇന്നത്തെ തലമുറകളുടെ ആരോഗ്യ സംരക്ഷണത്തിനായി നിർദ്ദേശിക്കപ്പെടുന്നത് ജൈവകൃഷിയുടെ തിരിച്ചുവരവും അതുവഴിയായുള്ള ഭക്ഷ്യസുരക്ഷയുമാണ്. ക്യാൻസറുകളുടെയും മറ്റ് ജീവിതശൈലീ രോഗങ്ങളുടെയും അഭൂതപൂർവമായ വർധനവ് നിയന്ത്രിക്കുവാൻ നാം മറിച്ച് ചിന്തിച്ചേ മതിയാവൂ. രാസവളങ്ങളുടെയും കീടനാശിനികളുടെയും അനിയന്ത്രിതമായ ഉപയോഗത്തിന് കടിഞ്ഞാണിടുവാൻ തക്കതായ നിയമങ്ങളും ഉണ്ടാകേണ്ടതാണെന്ന് വിദഗ്ധർ അഭിപ്രായപ്പെടുന്നു. നമ്മൾ വാങ്ങുന്ന പച്ചക്കറികൾ അത് എവിടെ നിന്ന് വരുന്നു, അതിൻ്റെ അകത്ത് എന്തെല്ലാം രാസവസ്തുക്കളുണ്ട്, എന്തെല്ലാം വിഷങ്ങളുണ്ട്, ഇത് നമുക്ക് അറിഞ്ഞുകൂടാ. അത് നമുക്ക് വരുത്തുന്ന പല പ്രത്യാഘാതങ്ങളും പിന്നീടാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് നമ്മൾ ഇതൊന്നും തിന്നരുത് എന്ന ഒറ്റ വാക്കിൽ പറഞ്ഞാൽ നമ്മൾ പിന്നെ എന്നാ തിന്നും? നമുക്ക് ആഹാര സാധനങ്ങൾ വേണം. എല്ലാ സാധനങ്ങളും നമുക്ക് ഉണ്ടാക്കാൻ സാധിക്കുകയുമില്ല. പക്ഷേ കഴിയുന്നിടത്തോളം നമ്മളുടെ ആഹാര സാധനങ്ങൾ നമുക്ക് ഉണ്ടാക്കാൻ സാധിക്കുമെങ്കിൽ അതൊരു വലിയ നല്ല കാര്യമായിരുന്നു. നമ്മൾ ഉണ്ടാക്കുമ്പോൾ അതിനെന്താണ് മരുന്ന് ചേർത്തിരിക്കുന്നത്, എന്താണ് വളം ചേർത്തിരിക്കുന്നത് എന്ന് നമുക്കറിയാം. ബിരിയാണിക്ക്, ചമ്മന്തിക്ക് എല്ലാവരും പുതിന ഉപയോഗിക്കുന്നു. ഈ പുതിന കടലിൽ നിന്ന് മേടിക്കാൻ കിട്ടും. അത് വേഗം വളരുന്നതിന് വേണ്ടി അതിന് രാസവളങ്ങളിടും. പുഴു പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് അത് പെസ്റ്റിസൈഡ് ഉപയോഗിക്കും. വേഗം വളരും. നമ്മൾ മണത്ത് നോക്കി കഴിയുമ്പോൾ പുതിനയുടെ മണമുണ്ട്, നന്നായിരിക്കും. എന്നാൽ ഇതാർക്കും വളർത്താവുന്ന ഒരു കാര്യമാണ്. സ്വന്തം വീടുണ്ടെങ്കിൽ മുറ്റത്തൊരു മൂലയ്ക്ക് നടാം. ഇനി വീടില്ലെങ്കിൽ ഒരു ചട്ടിക്കകത്ത് നട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആവശ്യമുള്ളപ്പോൾ പറിക്കാം. എന്നും വയറ് നിറച്ച് തിന്നേണ്ട സാധനമല്ല. അപ്പോൾ ഇതുപോലെ നമുക്ക് വളർത്താവുന്ന സാധനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒന്ന്, ഒരു കപ്പളം, ഒരു പേര, ഒരു ചാമ്പ, ഇതൊക്കെ നമുക്ക് പഴത്തിന് വേണ്ടി ഉപയോഗിക്കാം. കറിക്ക് വേണ്ടിയിട്ടാണെങ്കിൽ ഒരു ചതുരപ്പയർ, ഒരു കോവൽ, ഒരു മൂക്കുത്തിപ്പയർ, ഒരു വെട്ടുകത്തിപ്പയർ, ഇതുപോലെ എന്തെങ്കിലും ചിക്കുറുമാനിസ് പോലെയുള്ള ചീരകൾ, മുരിങ്ങ. അപ്പോൾ ഇങ്ങനെയുള്ള സാധനങ്ങൾ വളർത്തിക്കഴിഞ്ഞാൽ നമ്മുടെ വീടിന് മുറ്റത്തുള്ളതാണ്, ആവശ്യമുള്ളപ്പോൾ ഉപയോഗിക്കാം. അത് നമുക്ക് പിന്നെ വിഷമില്ല എന്ന് നമുക്ക് തന്നെ ബോധ്യമുണ്ട്. ഇങ്ങനത്തേത് വളരെ നന്നായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ കഴിയും. കേരളത്തിൽ സാധാരണക്കാരായ കർഷകർ നേരിട്ടുകൊണ്ടിരിക്കുന്ന വിവിധങ്ങളായ പ്രതിസന്ധികൾ പരിഹരിക്കുന്നതിന് സ്വാഭാവിക കൃഷിരീതികളിലേക്കും ശരിയായ കാർഷിക ഉപഭോഗ സംസ്കാരങ്ങളിലേക്കും
തിരിച്ചു പോകുന്നത് വഴിയായി സാധിക്കുമെന്ന് പരിചയസമ്പന്നരായ കർഷകരും സാമൂഹിക പ്രവർത്തകരും ഒരേ സ്വരത്തിൽ അഭിപ്രായപ്പെടുന്നു. ഇത്തരത്തിൽ ചിന്തിച്ചാൽ കേരളം ഇന്ന് നേരിട്ടുകൊണ്ടിരിക്കുന്ന ഗുരുതരമായ ഏറെ പ്രതിസന്ധികളുടെ പരിഹാരങ്ങളും ശരിയായൊരു കാർഷിക നയത്തിൻ്റെ രൂപീകരണത്തെയാണ് ആശ്രയിച്ചിരിക്കുന്നത് എന്ന് കണ്ടെത്താനാവും. ദൈവം മനുഷ്യൻ്റെ ജീവൻ നിലനിർത്തുന്നതിന് വേണ്ടിയിട്ടാണ് പ്രകൃതി വിഭവങ്ങളെയൊക്കെ തന്നിരിക്കുന്നത്. ആ പ്രകൃതി വിഭവങ്ങൾ ദൈവേച്ഛ അനുസരിച്ച് നമ്മുടെ ആവശ്യത്തിന് മാത്രം വിനിയോഗിക്കുന്ന ആ ഒരു സംസ്കാരം വളർത്തിയെടുക്കേണ്ടതായിട്ടുണ്ട്. ഇവിടെ കർഷക ആത്മഹത്യയെക്കുറിച്ച് വളരെ ശാസ്ത്രീയമായ പഠനങ്ങൾ നടന്നിട്ടുണ്ട്. ഞാൻ അടക്കം ഉൾക്കൊള്ളുന്ന പ്രസ്ഥാനങ്ങളെ ഇതേ സംബന്ധിച്ചുള്ള പഠനങ്ങളിൽ നിന്നൊക്കെ മനസ്സിലാകുന്ന ഒരു വസ്തുത, ദൈവേച്ഛയ്ക്ക് നിരക്കാത്ത രീതിയിലുള്ള പ്രകൃതി വിഭവങ്ങളുടെയും അതുപോലെ തന്നെ പരിസ്ഥിതിയുടെയും ദുരുപയോഗമാണ് ഈ കാർഷിക പ്രതിസന്ധിയുടെ അടിസ്ഥാന കാരണമാകുന്നത്. ഇത് ഒഴിവാക്കുന്നതിന് വേണ്ടി മനുഷ്യൻ അവൻ്റെ ആവശ്യത്തിന് മാത്രം ഉപഭോഗം ചെയ്യുന്ന ആ ഒരു ഉപഭോഗ സംസ്കാരത്തിലേക്ക് മാറേണ്ടതുണ്ട്. നമ്മുടെ കൃഷിയിലാണെങ്കിലും ഒരു സമഗ്ര കൃഷി രീതി അനുവർത്തിക്കേണ്ടതായിട്ടുണ്ട്. ഒരു ഫുഡ് ഫോക്കസ്, ഭക്ഷ്യ മേഖലയ്ക്ക്, ഭക്ഷ്യോൽപ്പന്നങ്ങൾക്ക് പ്രാധാന്യം നൽകിക്കൊണ്ടുള്ള ഒരു കൃഷിരീതി കർഷകർ അനുവർത്തിച്ചേ മതിയാവൂ. നമുക്ക് ആവശ്യമായിട്ടുള്ള ഭക്ഷണ സാധനങ്ങൾ, നമ്മുടെ ഫുഡ് മൈലേജ് കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ നമ്മുടെ കർഷകരുടെ ഇടയിൽ ഉണ്ടാകേണ്ടതുണ്ട്. ഫുഡ് മൈലേജ് ഇന്നിപ്പോൾ നമുക്ക് വെജിറ്റബിൾസ് വരുന്നത് കർണാടകയിൽ നിന്നും തമിഴ്നാട്ടിൽ നിന്നുമൊക്കെയാണ്. അതേസമയം നമുക്ക് ഫലഭൂയിഷ്ടമായിട്ടുള്ള ഭൂമിയുണ്ട്, കൃഷിക്ക് ആവശ്യമായിട്ടുള്ള ജലം ഇവിടെ ലഭ്യമാണ്, നല്ല കാലാവസ്ഥയുണ്ട്, നല്ല സൂര്യപ്രകാശം ലഭ്യമാണ്, അതുപോലെ തന്നെ നല്ല ഇനം വിത്തുകൾ, ട്രഡീഷണലായ വെറൈറ്റീസ് ഇവിടെ അത് ലഭ്യമാണ്. ഇതെല്ലാം ഉണ്ടെങ്കിൽ പോലും നമ്മുടെ അടുക്കളയിലേക്ക് നമുക്ക് ആവശ്യമായിട്ടുള്ള ഭക്ഷ്യസാധനങ്ങൾ നമ്മൾക്ക് വരുന്നത് 200-300 കിലോമീറ്റർ ദൂരെ നിന്നുമാണ്. അപ്പോൾ നമ്മുടെ ഫുഡ് മൈലേജ് അത് കുറയ്ക്കേണ്ടതായിട്ടുണ്ട്. നമുക്ക് ആവശ്യമായിട്ടുള്ള ഭക്ഷ്യസാധനങ്ങൾ മുഴുവൻ തന്നെ കാലാവസ്ഥയ്ക്ക് അനുയോജ്യമായിട്ട് നമ്മുടെ കൃഷിയിടത്ത് തന്നെ ഉൽപ്പാദിപ്പിക്കുന്ന ആ ഒരു സമീപനം അത് അനുവർത്തിക്കാൻ ഞാൻ പരമാവധി ശ്രമിച്ചു വരുന്നുണ്ട്. എൻ്റെ കൃഷിയിടത്തിലാണെങ്കിലും ഇവിടെ ട്യൂബേഴ്സ് ഉണ്ട്. ട്യൂബേഴ്സിൻ്റെ കൂട്ടത്തിലെ കപ്പ, ചേന, ചേമ്പ്, കാച്ചിൽ ഇത്രയും സാധനങ്ങൾ എല്ലാ വർഷവും കൃഷി ചെയ്യാറുണ്ട്. വീട്ടിലെ ആവശ്യത്തിനായിട്ടുള്ളതും അതുപോലെ തന്നെ സർപ്ലസ് മിച്ചം വരുന്നത് മാത്രം മാർക്കറ്റിലേക്ക് വിൽക്കുകയും ചെയ്യുന്ന ആ ഒരു രീതിയാണ് അനുവർത്തിച്ച് വരുന്നത്. അതുകൂടാതെ നമുക്ക് ആവശ്യമായിട്ടുള്ള പഴങ്ങൾ കേരളത്തിലെ വയനാട്, ഇടുക്കി പോലെയുള്ള പ്രദേശങ്ങളിൽ നമുക്ക് ആവശ്യമായിട്ടുള്ള മുഴുവൻ പഴങ്ങളും അതുപോലെ തന്നെ മുഴുവൻ പച്ചക്കറികളും കൃഷിയിടത്തിൽ തന്നെ ഉൽപ്പാദിപ്പിക്കാൻ സാധിക്കും. ഈ ഉയർന്ന പ്രദേശം, ഹൈ റേഞ്ച് പോലെയുള്ള പ്രദേശങ്ങളിൽ കൂൾ സീസൺ വെജിറ്റബിൾസ്, ക്യാബേജ് അതുപോലെയുള്ള ആ കൂൾ സീസൺ വെജിറ്റബിൾസ് ഇവിടെ നമുക്ക് സമൃദ്ധമായിട്ട് ഉൽപ്പാദിപ്പിക്കാൻ സാധിക്കാറുണ്ട്. ഇതെല്ലാം ഇൻ്റഗ്രേറ്റ് ചെയ്തുകൊണ്ടുള്ള സമഗ്രമായിട്ടുള്ള ഒരു കൃഷി രീതിയാണ്. അതുപോലെ തന്നെ പയർ, അതുപോലെ തന്നെ മറ്റ് ലീഫി വെജിറ്റബിൾസ്, ചീരവർഗ്ഗങ്ങൾ ഇതെല്ലാം തന്നെ നമ്മുടെ കൃഷിയിടത്തിൽ നോ കോസ്റ്റ് ഓർ ലോ കോസ്റ്റിൽ നമുക്ക് ഉൽപ്പാദിപ്പിക്കാൻ സാധിക്കുന്നുണ്ട്. കൂടാതെ ഇവിടത്തേക്ക് ആവശ്യമായിട്ടുള്ള ക്യാഷ് ക്രോപ്സ് എന്ന് പറയുന്നത് റബ്ബറിലേക്ക് പോകാതെ വയനാട്, ഇടുക്കി പോലെയുള്ള പ്രദേശങ്ങളിൽ റബ്ബർ കൃഷി പോലെയുള്ള കൃഷിയിലേക്ക് കർഷകരെ തിരിയുന്നതിന് പകരമായിട്ട് മറ്റുള്ള ക്യാഷ് ക്രോപ്സ്, ഉദാഹരണത്തിന് കാപ്പി, കുരുമുളക്, ഏലം ഇങ്ങനെയുള്ളതെല്ലാം അതും മോണോക്രോപ്പായിട്ട് ചെയ്യുന്നതിന് പകരമായിട്ട് ഇൻ്റഗ്രേറ്റഡ് ആയിട്ട് സമഗ്ര കൃഷി രീതി അനുവർത്തിക്കേണ്ടതായിട്ടുണ്ട്. അതുപോലെ തന്നെ ഇൻ്റഗ്രേഷൻ എന്ന് പറയുന്നത്, കൃഷി എന്ന് പറയുന്നത് മൃഗസംരക്ഷണത്തെ ഒഴിവാക്കിക്കൊണ്ടുള്ള ഒരു കൃഷി രീതി ഒരിക്കലും നമുക്ക് ഭൂഷണമല്ല. നമ്മുടെ നിലനിൽപ്പിന്, നമ്മുടെ പ്രത്യേകിച്ചും ഇടത്തരം ചെറുകിട കർഷകരുടെ നിലനിൽപ്പിന് ഈ സമഗ്ര കൃഷി രീതി അനുവർത്തിച്ചേ മതിയാവൂ. കൃഷിയോടൊപ്പം തന്നെ വിളകളോടൊപ്പം തന്നെ മൃഗസംരക്ഷണ പ്രവർത്തനങ്ങൾ, നമുക്കാവശ്യമായിട്ടുള്ള പാല്, നമുക്കാവശ്യമായിട്ട് കൃഷിയിടത്തേക്ക് ആവശ്യമായിട്ടുള്ള ജൈവവളം ഉൽപ്പാദിപ്പിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള വളം, നമ്മുടെ അടുക്കളയിൽ പാചകം ചെയ്യുന്നതിന് ആവശ്യമായിട്ടുള്ള ഇന്നത്തെ വലിയ ഊർജ്ജ പ്രതിസന്ധിയൊക്കെ നിലനിൽക്കുന്ന അവസരത്തിൽ നമുക്കാവശ്യമായിട്ടുള്ള ഫ്യൂവൽ, നമുക്ക് പാചകം ചെയ്യുന്നതിനുള്ള ഗ്യാസ്, അത് നമുക്ക് തന്നെ ബയോഗ്യാസ് പ്ലാന്റിലൂടെ നമുക്ക് ഉൽപ്പാദിപ്പിക്കാൻ സാധിക്കും. നമ്മുടെ ഈ പരിസ്ഥിതിയെ ദോഷകരമായി ബാധിക്കുന്ന പരിസര മലിനീകരണങ്ങൾക്ക് കാരണമാകുന്ന ആ വേസ്റ്റിൻ്റെ മാനേജ്മെൻറ്റ്
പൈപ്പ് കമ്പോസ്റ്റിംഗ് പോലെയുള്ള ചെറിയ സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ചുകൊണ്ടുള്ള ആ ഒരു കമ്പോസ്റ്റിംഗ് മെത്തേഡ് അതിവിടെ കൃഷിക്കാർക്ക് അനുവർത്തിക്കാവുന്നതാണ്. ജൈവകൃഷി പരാജയമാണെന്ന ധാരണ കാലഹരണപ്പെട്ടു കഴിഞ്ഞു. ശരിയായ കാഴ്ചപ്പാടുകളോടെ കൃഷിയെ സമീപിക്കുന്ന കർഷകർ വിജയം കൊയ്തുകൊണ്ടിരിക്കുന്ന കഥകൾ നമുക്ക് ചുറ്റുമുണ്ട്. അപൂർവം ചില കാർഷിക വിളകളിലൊഴികെ പൂർണ്ണമായും വിജയം വരിച്ചിരിക്കുന്ന ജൈവകൃഷി സമ്പ്രദായത്തിലേക്ക് കൂടുതൽ പേർ കടന്നു വരുന്നതിന് അത്തരം അനുഭവങ്ങൾ പ്രചോദനമാകട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം.